ഞാൻ ഒരു രസമായിട്ട് എൻ്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയാം പുതിയ പുരുഷാർത്ഥങ്ങൾ എന്നുള്ളത്. ഞാൻ രാവിലെ പറഞ്ഞവർ വല്ലവരും കേട്ടവർ ഉണ്ടോ അറിയില്ല. ഞാൻ ആദ്യമായിട്ട് വായിക്കാനിടയായ പുസ്തകം ഖസാക്കിൻ്റെ ഇതിഹാസമാണ് മലയാളത്തിൽ. പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല, പലരും ചിലപ്പോൾ അവിശ്വാസത്തോടെ ഇങ്ങനെയൊരു കാര്യമുണ്ടോ, അതങ്ങനെയൊരു കാര്യമുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസമാണ് ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ വായിച്ച പുസ്തകം. പിന്നീട് ചിലതൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തെറ്റിയിട്ടുള്ള അത് നമ്മുടെ ചിട്ട തെറ്റിയിട്ട്, അതുകൊണ്ട് കാരണം മലയാളം എൻ്റെ ഐച്ഛിക വിഷയമല്ല, അതുകൂടി പറയട്ടെ. എൻ്റെ ഐച്ഛിക വിഷയം എഞ്ചിനീയറിങ്ങും ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ മലയാളം ഞാൻ എവിടെയും പഠിച്ചിട്ടില്ല, മലയാളം എവിടെയും പഠിച്ചിട്ടില്ല. സംസ്കൃതം പഠിച്ചു, സംസ്കൃതം പഠിച്ചതിൻ്റെ യാതൊരു ഗമിയും അല്ലെങ്കിൽ യാതൊരു ഔജ്വല്യം എനിക്കുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. എൻ്റെ ഭാഷ സംസ്കൃത ഭരിതമായത് ഒരുപക്ഷെ എൻ്റെ അച്ഛൻ സംസ്കൃത പണ്ഡിതനായിട്ടുള്ളവനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പുസ്തകങ്ങൾ വായനയ്ക്ക് വേണ്ടിയിട്ട് മാത്രം, അല്ലാതെ പഠനം എന്നുള്ള നിലയ്ക്കല്ല. അതുകൊണ്ട് വായിച്ചുകൊണ്ടാണ് എൻ്റെ സംസ്കൃത പദങ്ങൾ എന്നിൽ ഇത്രയധികം കടന്നു വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ആദ്യത്തെ പുസ്തകം വിമർശന പുസ്തകം എന്നുള്ള അങ്ങനെയൊക്കെയാണല്ലോ, വിമർശനം എന്നൊക്കെയാണ് നമ്മൾ പുതിയ വിമർശനം എന്നുള്ള രീതിയിൽ 3-4 പേരുകൾ പറയും. അതിൽ ഇതിലുള്ള മുന്നിലുള്ള എന്നൊക്കെ പറഞ്ഞ് അന്ന് തൊട്ടേ എല്ലാം പറയുന്ന കേൾക്കുന്ന ഒരു ഒരേ സമയം തന്നെ അപദാനമാണ്, ഒരേ സമയം തന്നെ അപഹാസമാണ്. എനിക്ക് രണ്ടിലും വ്യത്യാസമില്ല. അപദാനമായാലും അപഹാസമായിട്ട് ഞാൻ അതിനെ അങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നായിരുന്നു. എൻ്റെ 5 ലേഖനങ്ങൾ ആദ്യത്തെ പുസ്തകങ്ങൾ പുതിയ പുരുഷാർത്ഥങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ 5 ലേഖനങ്ങൾ, 5 വൈദേശികവും 5 കേരളത്തെ സംബന്ധിക്കുന്നതും മലയാളത്തെ സംബന്ധിക്കുന്നതും. അതിൽ തമാശ തോന്നും. തീർച്ചയായിട്ടും ഖസാക്കിൻ്റെ സംഗീതം എന്നുള്ള രീതിക്ക് ഖസാക്കിൻ്റെ ഇതിഹാസത്തിനെ കുറിച്ചുള്ള പഠനമാണ്.